ഇത് ഓൾഡ് മോഡൽ ബുള്ളറ്റുകൾ മിക്ക വണ്ടികളിലും കണ്ടിട്ടുള്ള സംഭവമാണ്. പെട്രോളിൻ്റെ ഒരു കറകളൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ നല്ല കറകളായിരുന്നു, അതെല്ലാം വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഓൾഡ് മോഡൽ ബുള്ളറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ബുള്ളറ്റിന് മാത്രം ചെയ്യുന്നൊരു ചാനലാണ്. അങ്ങനെയൊന്നുമല്ല. ബുള്ളറ്റിന് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്ന കാർബറേറ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഒന്ന് രണ്ട് നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ പറഞ്ഞിരുന്നു ബുള്ളറ്റിൻ്റെ മറ്റെന്തെങ്കിലും ഒരു ഓൾഡ് മോഡൽ ബുള്ളറ്റിന് മറ്റെന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം പഴയ മോഡൽ ബുള്ളറ്റുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു മോഡൽ വണ്ടികൾക്ക് കാർബറേറ്ററിൻ്റെ ചെറിയ ലീക്കും കാര്യം എന്ന് വെച്ചാൽ ഓർത്തോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ പെട്രോളിൻ്റെ മയങ്ങൾ പുറത്തേക്ക് വരികയും അതൊരു കറ പോലെ രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു അഭംഗിയാണ്. അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനകത്തത്തെ ക്ലീനിങ് മാത്രമല്ല, ഈ പുറത്ത് കാണുന്ന ഈ ഒരു പെട്രോളിൻ്റെ ഈ ഒരു കറയും കാര്യങ്ങളും ഇത് ഓൾഡ് മോഡൽ ബുള്ളറ്റുകൾ മിക്ക വണ്ടികളിലും കണ്ടിട്ടുള്ള സംഭവമാണ്. അത് കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു പെട്രോളിൻ്റെ ഒരു കറകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ ഇനി ഇത് അഴിക്കാം. ഇത് അഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമായിരിക്കും, എങ്കിലും ഞാൻ കാണിക്കാം. നമ്മൾ പെട്രോളിൻ്റെ ഓസ് ഊരി വിടുക. അപ്പോൾ നമ്മളിതൊന്ന് അഴിക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള 4 സ്ക്രൂ ആണ് നമുക്ക് അഴിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഹോളിനകത്തൊക്കെ ചെറിയ രീതിയിൽ പെട്രോൾ പുറത്തേക്ക് വരുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഓൾഡ് മോഡൽ ബുള്ളറ്റുകളിൽ, ഇത് പഴയ ടെക്നോളജി ആണല്ലോ, അപ്പോൾ അതിൽ ഇങ്ങനെ കറകളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന ആദ്യം പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കാർബറേറ്ററിൻ്റെ പുറമൊന്ന് നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പാക്കിങ് നൈസായിട്ടൊന്ന് ഊരി മാറ്റാം. അഴിക്കുന്നത് പൊട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീസൽ ഇതിനകത്ത്, ഇത് വെള്ളമല്ല ഡീസലാട്ടോ, ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതുകൂടെ ഒന്ന് അഴിക്കാം. പിന്നെ ഇതിനകത്തൂടെ നമുക്ക് ഒരു നീഡിലുണ്ട്, അതുകൊണ്ട് അഴിച്ച് എടുക്കണം. അപ്പോൾ ഈ 2 സംഭവങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ ഈ ഹോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു ഹോളാണ്. അത് ഇപ്പോൾ ഇതിനകത്ത് ഹോൾ അടഞ്ഞിട്ടൊന്നുമില്ല, ക്ലിയർ ആണ്, റണ്ണിങ് ആയിട്ടുള്ള വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഒരു ഹോളുണ്ട്, ഇതും കുത്തിക്കലാണ്. പിന്നെ ഈ ഹോൾസ് എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു പഴയ ബ്രഷ് എടുക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് ഇതുപോലെ കഴുകിയിട്ട് കുറച്ച് കറകളും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി നമുക്ക് പുറമേ ഉള്ള പോർഷനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ആക്ച്വലി സ്ക്രൂസും കാര്യങ്ങളും ഇതൊന്നും നമ്മൾ അഴിക്കുന്നത്, കാരണം ഇതെല്ലാം മൈലേജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ അതൊന്നും അഴിക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യാത്തതിന് മറ്റൊരു കാര്യം വെച്ചിട്ട് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പുറമൊന്ന് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ അഴിച്ചതുകൊണ്ട് ഇതാകും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുവാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചൂടുവശം കൂടെ ഒന്ന് ഡീസലിന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് തുടച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം. കാരണം നമ്മുടെ മെയിനായിട്ട് ഈ കറകളൊക്കെ കളയാമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാർപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചെടുക്കുക. ഇതുപോലെ ഈ കറയുള്ള ഭാഗങ്ങളിലേക്ക് കുറച്ചൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. സംഭവം കേൾക്കുമ്പോൾ നമ്മൾ അബ്ബാസിൻ്റെയൊക്കെ പരസ്യം കേൾക്കുമ്പോൾ നമ്മൾ ചിരി വരുമെങ്കിലും പക്ഷേ സംഭവം എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. കാരണം ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ ഇളകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്ക് കാണാം അതിനകത്ത് തന്നെ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കറ കാണാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ച് വെക്കാം. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊന്ന് തുടച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ഈ VM എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആ സൈഡിൽ നല്ല കറയുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം വ്യത്യാസം. ഞാൻ തുടച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുന്നില്ലേ? ഇനി അടുത്തൊരു പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇവിടെ ഉണ്ടായിരുന്നു, അടുത്ത കുറച്ച് കൂടുതൽ വന്നേക്കുന്നത് നമ്മുടെ ഈ ഒരു പോർഷനാണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ നല്ല രീതിയിൽ കറയുണ്ട്. അവിടെ കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ എന്തുമാത്രം വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? നേരത്തെ ഒരു അപേക്ഷിച്ച് നേരത്തെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പെട്രോളിൻ്റെ കറ കാണാമായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള സൈഡ് കൂടെ ഇതുപോലെ ചെയ്യാം. നമുക്ക് ഈ സൈഡ് കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നല്ലതായിട്ട് ഇതായിട്ടുണ്ട്, വൃത്തിയായി വന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കാർബറേറ്ററെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ നല്ല കറകളായിരുന്നു, അതെല്ലാം വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം നല്ല അത്യാവശ്യം നമ്മുടെ പുതിയ കാർബറേറ്ററിൻ്റെ ലുക്ക് തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തിയായിട്ട് നമുക്ക് ടോട്ടലായിട്ട് മാറി കിട്ടി. അപ്പോൾ ബുള്ളറ്റുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ പ്രതീക്ഷ. താങ്ക് യു.